അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു കല്യാണത്തിനുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 50 കിലോ ബീഫ് ബിരിയാണിയാണ് നമുക്ക് ഇന്ന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സവാള അരിഞ്ഞെടുക്കലാണ്. അപ്പോൾ സവാള അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മൾ തന്നെ വറവലാണ്. ഇന്ന് നമ്മൾ ഉള്ളി വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നത് കശുവണ്ടി പരിപ്പാണ്. കശുവണ്ടി പരിപ്പ് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിസ്മിസാണ്. കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഞാൻ ഇതിന് വറവെല്ലാം ട്രൈ ചെയ്തെന്ന് പറയാം. 3 കിലോ സവാളയാണ്. പിന്നെ ഇതിനകത്ത് കശുവണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോയും കിസ്മിസ് എടുത്തിരിക്കുന്നത് 1/2 കിലോയാണ്. ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഞാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാനൊരു 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 തേങ്ങ ഒന്ന് തിരികെ എടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് തേങ്ങ ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ഡിച്ചി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മളൊരു 4 കിലോ ചെറിയ ഉള്ളിയും 1 കിലോ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 30 കിലോ സവാളയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്ന പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ്. നമ്മളൊരു 100 ഗ്രാം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സവാള ഇളക്കുമ്പോൾ നമ്മൾ അടികുട്ടി തന്നെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, എങ്കിലേ എല്ലാം ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ബീഫാണ്. ബീഫ് നമ്മളൊരു ഏകദേശം ഒരു 50 കിലോ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. നമുക്കതിന് ഡിച്ചിലിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ചേർക്കുന്നത് പൈനാപ്പിൾ ആണ്. ഏകദേശം 2 പൈനാപ്പിൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ മസാലക്കകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് കൂട്ടുകാരെ ലൈക്ക് അടിക്കാതെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫോളോ കൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത് നമ്മൾ ചേർക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയാണ്. നമ്മളൊരു 1/2 കിലോ ഇഞ്ചി നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മളൊരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 1/2 കിലോ തക്കാളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ ഇട്ടേക്കുന്നുണ്ട്, പുളിപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തക്കാളി കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്കിപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്ന സമയം. ഇനി നമുക്ക് ഇതിനകത്ത് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 350 ഗ്രാം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കേണ്ട അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാമ്പ്, പട്ട, തക്കോലം, ജാതിപ്പത്തിരി, ഏലക്ക ഇതെല്ലാം 20 ഗ്രാം വെച്ച് പൊടിച്ചതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഞ്ചീരകമാണ്. നമ്മളൊരു പെരിഞ്ചീരകം ഒരു 150 ഗ്രാം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്നത് സാജീരകമാണ്. സാജീരകം നമ്മൾ ഇട്ടെടുക്കുന്ന ഒരു 50 ഗ്രാമോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കിലോ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇലയും കൂടെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മീറ്റ് മസാല ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 ഗ്രാമോളം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നതാണ് നമ്മൾ ഈ മസാലയുടെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കണക്കൂട്ടേണ്ടത്. അതായത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുണ് പരിപ്പാണ്. ഒരു 250 കുരുണ് പരിപ്പ് നല്ല നമ്മൾ കുതിർത്ത് വെച്ച് നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ചോറിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. വെള്ളത്തിനകത്ത് നമ്മൾ 1.5 കവറോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പ്, പട്ട, തക്കോലം അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വെള്ളത്തിൽ കത്തും. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അരി ഉണ്ടല്ലോ, അരി നമ്മൾ അറേബ്യൻ റൈസാണ് എടുത്തിരിക്കുന്നത്. അറേബ്യൻ റൈസ് എടുത്തിരിക്കുന്ന നമുക്ക് 2 പ്രാവശ്യമായിട്ട് നമ്മളിതിനെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 60% വേവാകുമ്പോൾ മാത്രം നമുക്ക് ഇത് ഊറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി. ഇപ്പോൾ നമ്മളിപ്പോൾ ദം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 ഡിച്ചിലായിട്ടാണ് 2 ചെമ്പിലായിട്ടാണ് നമ്മളിപ്പോൾ ദം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തേൽ നമ്മളിപ്പം കൊണ്ടുവന്ന് ചോറ് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ചെമ്പിൽ നമ്മൾ എല്ലാത്തിലും ഒരേ രീതി ചോറ് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ ദം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇപ്പോൾ നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൈനാപ്പിളാണ്. നമുക്ക് 2ലും ഒരേ രീതി തന്നെ നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കണം. 2ലും പൈനാപ്പിൾ ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വറവലാണ്. അതിനകത്ത് നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ സവാള, കാഷ്യൂ, കിസ്മിസ്, തേങ്ങ വറുത്തത്, കരിവേപ്പില, പിന്നെ ഇതെല്ലാത്തിനും മേലോട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ്. അതും കൂടെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ മല്ലിയില, പുതിനയിലയാണ്. ഇത് 2 ചെമ്പിൽ നമ്മൾ ഒരേ കണക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ മസാലക്കകത്ത് നമ്മൾ തെളിവ് കോരി എടുക്കും കേട്ടോ. നമ്മൾ ഈ ചോറിന് കളർ ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മളത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ തെളിവ് കോരി എടുത്തത് നമുക്ക് 2ലായിട്ടും കുറേശ്ശെ ഒഴിഞ്ഞാണ് നമ്മൾ ഇതിപ്പോൾ ഫസ്റ്റ് ലെയറാണ് നമ്മളിപ്പോൾ ദം ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ടിട്ട് വീണ്ടും ഇതേ കണക്ക് തന്നെ നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് രണ്ടാമത് നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ നമ്മൾ എസെൻസ് ഉണ്ടല്ലോ, ബിരിയാണി എസെൻസും പിന്നെ KTR, അതായത് പിന്നെ മറ്റേ നമ്മുടെ പനിനീരും കൂടെ ചേർത്തത് മിക്സ് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രേവി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഡാൽഡയാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 1 കിലോ ഡാൽഡ എടുത്തിട്ടുണ്ട്. രണ്ടിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ 1.5 കിലോ നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മുടെ KTRന്റെ. അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ടിലായിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് 4 ചുറ്റും നമ്മുടെ ചെമ്പിൻ്റെ സൈഡ് ചേർത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് രണ്ട് ചെമ്പിലും ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് കുറച്ച് രണ്ടിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദം ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് മാവ് ഒട്ടിച്ച് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് തീ കൊടുത്താൽ മാത്രം മതി.